കൊല്ലം ജില്ലയിൽ അഞ്ചലിലുള്ള കോട്ടുകൽ എന്നുള്ള ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രം ചരിത്രപരമായി ധാരാളം സവിശേഷതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം 7-ാം നൂറ്റാണ്ടിലാണെന്ന് കരുതപ്പെടുന്നു. വിശാലമായ പാടശേഖരങ്ങൾക്ക് നടുവിൽ ശയിക്കുന്ന രൂപത്തിൽ കിടക്കുന്ന ഒരു ആനയുടെ രൂപത്തിൽ ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയിലാണ് ഈ ഒരു ക്ഷേത്രം തീർത്തിട്ടുള്ളത്. ഇവിടെ പ്രധാനമായും 4 പ്രതിഷ്ഠകളാണുള്ളത്. 2 ശിവപ്രതിഷ്ഠയും 2 ഗണപതി പ്രതിഷ്ഠയും ഉണ്ട്. അതുകൂടാതെ ദ്വാരപാലകനായി ഹനുമാൻ സ്വാമിയും വരുന്നു. നന്ദി സമേതനായ ശിവഭഗവാനെ കൂടാതെ ദ്വാരപാലകനായി ഹനുമാൻ സ്വാമിയും ഉള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം പ്രതിഷ്ഠയൊന്നും നടത്താതെ ഈ ഒരു വലിയ പാറയിൽ തന്നെ കൊത്തിയെടുത്തിട്ടുള്ളതാണ് പീഠവും വിഗ്രഹങ്ങളും എല്ലാം. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ. പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. വശങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ശയിക്കുന്ന ആനയുടെ രൂപം കൂടുതൽ വ്യക്തമായി വരുന്നത് കാണാം. ശിവരാത്രി ദിവസമാണ് ഈ അമ്പലത്തിലെ ഉത്സവം നടക്കുന്നത്. ശിവരാത്രി ദിവസം ധാരാളം ആളുകൾ നാടിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരാറുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രം പ്രധാനമായും 3 ഡിപ്പാർട്ട്മെന്റുകളുടെ അണ്ടറിലാണ്. 1 പുരാവസ്തു വകുപ്പ്, 2 ടൂറിസം വകുപ്പ്, 3 ദേവസ്വം വകുപ്പ്. ഒരു കാലത്ത് മരത്തോലെടുത്തും വേട്ടയാടിയൊക്കെ നടന്നിരുന്ന മനുഷ്യൻ, പുരാതന മനുഷ്യൻ ഒരു സമൂഹമായി ഒരിടത്ത് ഒരുമിച്ച് താമസിക്കുന്നതിന്റെയും പുതിയ ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ രൂപപ്പെടുത്തുന്നതിന്റെയൊക്കെ ആ ഒരു തലത്തിലേക്ക് ഉയരുന്നതിന്റെ സൂചനയായിട്ട് ഈ ഒരു ക്ഷേത്രത്തെയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ ക്ഷേത്രത്തിനെ സൂചിപ്പിക്കാനായി പറയുന്ന കൊത്തിയെടുത്ത കല്ല് എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ്, കൊത്തിയെടുത്ത കല്ല് എന്നുള്ള വാക്കിൽ നിന്ന് രൂപപ്പെട്ടിട്ടാണ് ഈ ഒരു സ്ഥലനാമമായ കോട്ടുകൽ എന്നുള്ള പദം രൂപപ്പെട്ടത് തന്നെ. ഏകദേശം 7-ാം നൂറ്റാണ്ടിൽ ചടയമംഗലം ആസ്ഥാനമായി ഇവിടം ഭരിച്ചിരുന്ന നെടിയ പരാന്തക നെടും ചടയൻ എന്നുള്ള ഒരു രാജാവിന്റെ പേരിൽ നിന്നാണ് ഈ ഒരു ചടയമംഗലം എന്നുള്ള പേര് രൂപപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കാലത്തായിരിക്കാം ഈ ഒരു ക്ഷേത്രത്തിന് നിർമ്മാണമൊക്കെ നടന്നതെന്നാണ് ഹിസ്റ്റോറിയൻസ് അവകാശപ്പെടുന്നത്. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അമ്പലത്തിന് ചുറ്റും നിലനിൽക്കുന്നത്. കുറച്ചു നേരം അമ്പലത്തിന് ചുറ്റും ആ ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിന്റെ ആ ഒരു സൗരഭ്യം അനുഭവിച്ച് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് കുളിർമ നിറയും. കൂടാതെ ആ സമയത്ത് ദൂരപാടങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു തണുത്ത കാറ്റും കൂടി ആകുമ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതി ഏതൊക്കെ ഒരു തലങ്ങളിലോട്ട് ഉയർന്നു പോകും. മറ്റൊരു ഏറ്റവും വലിയ അത്ഭുതം ക്ഷേത്രത്തിന് മുന്നിൽ ഈ ഒരു കിണറാണ്. കിണറിലെ വെള്ളത്തിന് ഓരോ സമയത്തും ഓരോ നിറമാണ്. രാവിലെ 10 മണിക്ക് മുമ്പ് ഒരു നിറം, 10 മണി കഴിഞ്ഞാൽ വേറൊരു കഷായത്തിൽ നിറം, പിന്നീട് കുറച്ചു നേരം കഴിയുമ്പോൾ നിറം വീണ്ടും മാറും. സൂര്യപ്രകാശത്തിന്റെ ചില പ്രതിഫലനങ്ങളാണ് ഈ ഒരു നിറമാറ്റത്തിന് കാരണം. വിശ്വാസം എന്നതിലുപരി പുരാവസ്തുപരമായിട്ടും ധാരാളം പ്രത്യേകതയുള്ള ക്ഷേത്രമായതിനാൽ വിദേശികൾ ഉൾപ്പെടെ ധാരാളം ആൾക്കാരെ നിരന്തരം ഇപ്പോഴും ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.